നമസ്കാരം. ലോകസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർ. 2019 നടക്കുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പ് തീർച്ചയായും ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ തിരഞ്ഞെടുപ്പിലേക്ക് എല്ലാം കൊണ്ടും ഒരുങ്ങി നിൽക്കാൻ പോവുകയാണ് കാസർഗോഡ് ജില്ല. 1952 മുതലാണ് കാസർഗോഡ് ജില്ലയിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നപ്പോൾ മുതൽ 1957 കേരള സ്റ്റേറ്റ് രൂപീകൃതമായതിനു ശേഷവും നടന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു പോകുന്നത്. നിരവധി തവണയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവരുടെ കഴിവ് കാണിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാസർഗോഡിന്റെ ലോകസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത മുദ്രയാണ് ഇടതുപക്ഷം നൽകിയിട്ടുള്ളത്. 1952 അതായത് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന സമയത്ത് INCയുടെ ബി ശിവറാവ് 1952 വലിയ ഭൂരിപക്ഷത്തോടു കൂടി കാസർഗോഡ് ജില്ലയിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയുണ്ടായി. 1957, 62, 67 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറക്കാനാവാത്ത നേതാവ് ശ്രീ AK ഗോപാലൻ AKG കാസർഗോഡിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. വൻ ഭൂരിപക്ഷത്തോടുകൂടി 57, 62, 67 കാലഘട്ടങ്ങളിൽ വിജയിക്കുകയും ഉണ്ടായി. 971, 77 കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യത്തിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കടന്നു വരികയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി 971 77 കൃത്യമായ മുൻതൂക്കത്തോടു കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് 1980 വീണ്ടും ഇടതുപക്ഷം കാസർഗോഡിലേക്ക് പേരുറപ്പിക്കാൻ വരികയാണ്. ഇടതുപക്ഷത്തിന്റെ രാമണ്ണ റായ് കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി കാസർഗോഡിലെ തിരഞ്ഞെടുപ്പ് നേരിടുകയും വീണ്ടും ഇടതുപക്ഷം 1980 കാസർഗോട്ടേക്ക് കടന്നു വരികയാണ്. എന്നാൽ അടുത്ത് തന്നെ 1984 നടന്ന തിരഞ്ഞെടുപ്പിൽ INCയുടെ രാമറായ് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ആധിപത്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതായത് നിലവിൽ 952 മുതൽ 54 വരെ ജില്ലയിൽ നടന്നുകൊണ്ടിരുന്നത് ഇടക്ക് ഇടതുപക്ഷം, ഇടക്ക് INC എന്ന രീതിയിലോട്ട് തന്നെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് കൃത്യമായ തന്ത്രത്തോടു കൂടി 1989 മുതൽ ഇടതുപക്ഷം കാസർഗോഡ് ജില്ല അവരുടെ കോട്ടയായി കണക്കുകൂട്ടി. അതായത് 2014 തിരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായി കാസർഗോഡ് ജില്ല അറിയപ്പെട്ടു. കനത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളായിരുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വീക്ഷണമായിരുന്നു ഇടതുപക്ഷം കാസർഗോഡ് ജില്ലയിൽ നടത്തിയിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. എന്നാൽ ഇതൊന്നുമല്ല വിഷയം. 2014 തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ ആധിപത്യത്തിന് വിരൽ ചൂണ്ടുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായ മുൻതൂക്കത്തോടെ ഇടതുപക്ഷം കാസർഗോഡിന്റെ മണ്ണിൽ വേരുറപ്പിക്കുമ്പോൾ 2004 2009 2014 തിരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷവും വോട്ട് നിലകളും കാണുമ്പോൾ ഇടതുപക്ഷം 2019 കാസർഗോഡ് ജില്ലയിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന ഒരു റിപ്പോർട്ടുകളാണ്
വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ അഭിനവ സ്ഥിതിഗതികളൊക്കെ ഇടതുപക്ഷത്തിന് നേരെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു സന്ദർഭം BJP ആയാലും കോൺഗ്രസ് ആയാലും ശക്തമായ രീതിയിൽ ഉപയോഗിക്കുമെന്ന ഒരു കാര്യവും അവിടെയുണ്ട്. 2004 തിരഞ്ഞെടുപ്പിൽ പി കരുണാകരൻ 4,37,284 വോട്ട് നേടിയപ്പോൾ INCയുടെ അന്നത്തെ സ്ഥാനാർത്ഥി NA മുഹമ്മദ് 3,29,028 വോട്ടുകൾ നേടുകയുണ്ടായി. എന്നാൽ BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി 1,10,328 വോട്ടുകൾ മാത്രമാണ് നേടിയത്. അതായത് പി കരുണാകരൻ വലിയ വൻ ഭൂരിപക്ഷം എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. 1,08,256 വോട്ടുകൾക്ക് പി കരുണാകരൻ 2004 വിജയിക്കുകയുണ്ടായി. ഇനി 2009 കടന്നു വന്നാൽ പി കരുണാകരന് 3,85,522 വോട്ടുകളും ഷാഹിദ കമാൽ INCയുടെ ഷാഹിദ കമാലിന് 3,21,095 വോട്ടുകളും നേടുകയുണ്ടായി. കെ സുരേന്ദ്രനാവട്ടെ 1,25,482 വോട്ട്. ആദ്യഘട്ടത്തിലെ BJPയുടെ വോട്ട് നിലയേക്കാളും 10,000-15,000 വോട്ടിന്റെ ഒരു വലിയ വോട്ടുകൾ പിടിക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം 64,427. എന്നാൽ 2014 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് വൻ ഇടിവ് സംഭവിക്കുകയാണ്. എന്നാൽ BJP ആവട്ടെ ഉയർച്ചയിലേക്കും വോട്ട് നില വലിയ രീതിയിലുള്ള മോദി തരംഗത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വോട്ടുകളാണ് BJP സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് പി കരുണാകരൻ 3,84,964 വോട്ട് നേടിയപ്പോൾ INCയുടെ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് 3,08,043 വോട്ടുകൾ നേടുന്നു. കെ സുരേന്ദ്രൻ 1,72,826 വോട്ടുകൾ നേടുന്നു. കരുണാകരൻ 6,921 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതായത് 2004 ഭൂരിപക്ഷം 1,88,256 ആണെങ്കിൽ 2009 64,427 കടന്നുപോയി. എന്നാൽ 2014 6,921 വോട്ടുകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കടന്നുപോയി. തീർച്ചയായും ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തേരോട്ടം കാസർഗോഡ് ജില്ലയിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത്തരം കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പടയോട്ടം ജില്ലയിൽ ഇടതുപക്ഷം നടത്തിയേക്കാം. പക്ഷേ നിലവിലെ കണക്കുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇടതുപക്ഷം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നതെങ്കിൽ കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ചെങ്കോട്ടയായ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അണിയറയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF ഒരുങ്ങിക്കഴിഞ്ഞു. BJP കൃത്യമായി ഒരുങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ പദ്ധതിയോടുകൂടിയായിരിക്കാം LDF ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുക. എന്തായാലും കാസർഗോഡ് ജില്ല ഇടതുപക്ഷത്തിന് ലോകസഭയിൽ വിശ്വാസം കൊടുത്തിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. എന്നാൽ അതൊക്കെ 2019 ഇല്ലാതാകുമെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.